ഈ വേഗതയേറിയ കാലഘട്ടത്തിൽ ആധുനിക തലമുറ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഉറക്കമില്ലായ്മ. എങ്ങനെ വേഗത്തിൽ നമുക്ക് ഉറക്കം ലഭിക്കാം? ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂറെങ്കിലും മുന്നേ വിഷ്വൽ മീഡിയ ഒഴിവാക്കുക. അതായത് ഫോണ്, TV തുടങ്ങിയ മാധ്യമങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ, കാരണം അത്രയും നേരം ആ ബ്രൈറ്റ് ലൈറ്റ് നമ്മുടെ കണ്ണിൽ പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബ്രൈറ്റ്നെസ് നമ്മൾ ഒഴിവാക്കുകയാണ് എങ്കിൽ, ആ വിഷ്വൽ മീഡിയ ഫോൺ പ്രത്യേകിച്ചും നമുക്കറിയാം, നമ്മൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും അധികവും ഫോൺ ചെക്ക് ചെയ്യുക. മെസ്സേജസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഉറങ്ങുന്ന സമയത്തായിരിക്കും. അപ്പോൾ അത് ഒരു അരമണിക്കൂറെങ്കിലും മുന്നേ ഒഴിവാക്കുകയാണ് എങ്കിൽ വേഗം നമുക്ക് ഉറക്കം ലഭിക്കും. പിന്നെ മറ്റൊന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന കട്ടിൽ, അതായത് കിടക്കാൻ ഉപയോഗിക്കുന്ന കട്ടിൽ ആ ഒരു പർപ്പസിന് മാത്രം ഉപയോഗിക്കുക. അതായത് നമുക്കറിയാം, ചില ആളുകൾ രാവിലെ മുതൽ വൈകിട്ട് വരെ എന്തെങ്കിലും ജോലി ചെയ്യും, പിന്നെ വന്ന് കിടക്കും, പിന്നെ ജോലി ചെയ്യും, പിന്നെ വന്ന് കിടക്കും. അങ്ങനെ ഏത് നേരവും കട്ടിൽ തന്നെ ആകുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഇത് ഒഴിവാക്കിയിട്ട് ഉറക്കം വരുമ്പോൾ മാത്രം കട്ടിലെത്തുന്ന ആ ഒരവസ്ഥ. ക്ഷീണം വരുമ്പോൾ കിടക്കാൻ കുഴപ്പമില്ല, പക്ഷെ അതല്ല, മറിച്ച് ഫുൾ ടൈം കട്ടിലിൽ കിടക്കുന്ന ആ അവസ്ഥ ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വേഗം ഉറക്കം വരും. അതേപോലെ തന്നെ പകലുറക്കം. പകല് ഒരു അരമണിക്കൂർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഫുൾ ടൈം ഒരു 3-4 മണിക്കൂറൊക്കെ ഉറങ്ങുകയാണെങ്കിൽ പിന്നെ രാത്രിയിൽ ഉറങ്ങാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അതും ഒഴിവാക്കിയാൽ വേഗം ഉറക്കം കിട്ടും. പിന്നീട് വഴക്കുകൾ ഒഴിവാക്കുക. രാത്രി കിടക്കുന്നതിന് മുന്നേ എന്തെങ്കിലും വഴക്കുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയാറില്ലേ, ചൊറിയുന്ന ടോപ്പിക്കുകളൊക്കെ ഒഴിവാക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കുറ്റപ്പെടുത്തലുകളും അതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ ആ ഒരു ഇറിറ്റേറ്റിംഗ് മൈൻഡോട് കൂടി കിടന്നാൽ നമുക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഒഴിവാക്കുക. പിന്നീട് ഏറ്റവും നല്ല മരുന്നാണ് നല്ല സംഗീതം കേൾക്കുക. അതായത് നീലാംബരി, ആഹിർ ഭൈരവി പോലെയുള്ള രാഗത്തിലുള്ള പാട്ടുകൾ കേൾക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ഉറക്കം വരും. അപ്പോൾ അങ്ങനെയുള്ള നല്ല മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ കേട്ട് കിടക്കുകയാണെങ്കിൽ ഉറങ്ങാൻ എളുപ്പമാണ്. പിന്നീട് നമ്മൾ പറഞ്ഞു, പകൽ സമയങ്ങളിൽ മാക്സിമം എൻഗേജ് ചെയ്യുക. ഓരോ പരിപാടികൾ, ഓരോ ജോലികൾ ചെയ്യുക, അതേപോലെ തന്നെ വായിക്കുക. അങ്ങനെ നമ്മുടെ ശരീരത്തിന് ആ ഒരു എനർജി നഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ, അതായത് ശരീരത്തിൻ്റെ എനർജി പോകാതിരിക്കുമ്പോഴാണ് ഉറക്കം വരാത്ത അവസ്ഥ. അപ്പോൾ ശരീരം, പണ്ടുള്ള ആളുകൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്തിട്ട് അവർക്ക് കിടന്ന ഉടനെ ഉറക്കം വരുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാം മെഷീൻ്റെ സഹായമാണ്. അപ്പോൾ മെഷീൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ എനർജിയുടെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ചിലവാകുന്നു. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നത് വരെ നമ്മൾ ഓരോ ജോലിയിൽ ഏർപ്പെട്ട്, ഇനി അത്യാവശ്യം പണിയൊന്നും ഇല്ല എങ്കിൽ ഗാർഡനിങ്ങോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് എങ്കിൽ നമ്മളുടെ ശരീരത്തിലെ ആയ ഒരു എനർജി അങ്ങനെ ചിലവാകും. അങ്ങനെ നമുക്ക് രാത്രിയിൽ കിടന്നുടനെ ഉറക്കം വരും. പിന്നീട് നല്ല നല്ല കഥകൾ വായിക്കുക. കിടക്കാൻ നേരത്ത് നല്ല സ്റ്റോറീസ് വായിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ബുക്കുകൾ വായിച്ചുകൊണ്ട് കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉറക്കം വരും. അങ്ങനെ പല പല രോഗങ്ങളുള്ളത് കൊണ്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പറയാറുണ്ട്, മനസ്സിൻ്റെ രോഗമാണ് കൂടുതലും ശരീരത്തിന് വരുന്നത്. മനസ്സ് ആക്റ്റീവായിട്ട് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പല രോഗങ്ങളെയും നമുക്ക് ഒഴിവാക്കാം. അതേപോലെ ജീവിതശൈലി രോഗങ്ങൾ അതൊക്കെ വരാതെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കാൻ കഴിയും. അതോടൊപ്പം പ്രാർത്ഥനയോടെ എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉറക്കവും കിട്ടും, അതേപോലെ തന്നെ സമാധാനം കിട്ടും. ഹാവ് എ നൈസ് ഡേ.